വെൽക്കം ടു എജുബി. ഞാൻ ആശ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോട്ട് ആൻഡ് സീംസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബോട്ട് ആൻഡ് സീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ചാപ്റ്റർ ആയിട്ട് വരുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊന്ന് മാറുന്നുണ്ട്. രണ്ടും നമ്മൾ അവിടെ ട്രെയിനും ബസ്സും ഒന്നും പഠിച്ച പോലെയല്ല. ഇവിടെ എന്താണ്, നമ്മുടെ ആ ഒരു പ്രതലം, ആ ഒരു ബോട്ട് ഒഴുകുന്ന പ്രതലത്തിന് തന്നെ ഒരു സ്പീഡുണ്ട്. അതായത് ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ അതിൻ്റെ പുറത്താണ് മറ്റൊരു മൂവിങ് ഒബ്ജക്റ്റ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് കൂടി നോക്കാം. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A boat covers same distance upstream and both downstream. The time taken upstream is 8 hours 48 minutes, while the time taken downstream is 4 hours. Then find the speed of boat is to the speed of water. Okay, അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ബോട്ട് ഒരു നിശ്ചിത ഡിസ്റ്റൻസ്, ഒരു സെയിം ഡിസ്റ്റൻസ് അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും പോകുന്നുണ്ട്. അതായത് അപ്സ്ട്രീമിൽ പോകുന്ന ഡിസ്റ്റൻസും ഡൗൺ സ്ട്രീമിൽ പോകുന്ന ഡിസ്റ്റൻസും സെയിം ആണ്. The time take upstream is 8 hours 48 minutes, while the time taken for downstream is 4 hours. Then find the speed of the boat is to water. Speed of the water. Okay, നമുക്ക് വേണ്ടത് ബോട്ടിൻ്റെയും വാട്ടറിൻ്റെയും സ്പീഡാണ്. ഓക്കെ, ദെൻ ഞാൻ USD എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് കുറേ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളൊരു ബോട്ട് ആണോ, ട്രെയിൻ ആണോ, ടൈം ആ ഡിസ്റ്റൻസ് ആണോ, എന്ത് ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്താലും ഫസ്റ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആരെയായിരിക്കണം, ഏതെങ്കിലും വാല്യൂസ് കോൺസ്റ്റന്റ് ആണോ എന്ന് തന്നിരിക്കുന്നു എന്ന് നോക്കുക. ദാറ്റ് ഈസ് സ്പീഡ്. ഏതെങ്കിലും ഉദ്ദേശിക്കുന്ന ഏതൊക്കെയാണ് നമുക്ക് അറിയാം അല്ലേ. സ്പീഡ്, ടൈം, ഡിസ്റ്റൻസ്, ഈ 3 വേരിയബിൾസിലെ ആരെങ്കിലും ഒരാൾ കോൺസ്റ്റന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. അങ്ങനെ പറയാതിരിക്കാറുണ്ട്, ഇതുപോലെ ഡയറക്റ്റ് പറയാതിരിക്കാറുണ്ട്. അപ്പോഴും നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ഡീപ്പായിട്ടൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്തെങ്കിലും ഹിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേ സെയിം ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്നുണ്ട്. സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ടേക്കൺ. അതായത് സ്പീഡിന്റെ റേഷ്യോ എന്താണോ അത് അതിന്റെ റേഷ്യോക്ക് ഇൻവേഴ്സ് ആയിരിക്കും ടൈം, അല്ലെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്താണോ അത് അതിന്റെ റേഷ്യോക്ക് ഇൻവേഴ്സ് ആയിരിക്കും സ്പീഡ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ അത് കണക്ട് ചെയ്ത് തന്നെ തന്നിട്ടുണ്ട് അല്ലേ. ടൈം, അപ്സ്ട്രീമിലെ ടൈമും ഡൗൺ സ്ട്രീമിലെ ടൈമും തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്സ്ട്രീമിലെ ടൈം എന്ന് പറയുന്നത് 8 hours and 48 minutes ആണ്. അതുപോലെ ഡൗൺ സ്ട്രീമിലെ ടൈം എന്ന് പറയുന്നത് 4 hours ആണ്. ഓക്കെ, ദെൻ ഞാൻ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, സ്പീഡിന്റെ റേഷ്യോ എഴുതാൻ പോവാണ്. കാരണം അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും സ്പീഡിന്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ റേഷ്യോ കിട്ടും, ബോട്ടിന്റെയും സ്ട്രീമിന്റെയും സ്പീഡിന്റെ റേഷ്യോ അഗൈൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഞാൻ ആ ഒരു ടൈമിന്റെ റേഷ്യോ T1 അല്ലെങ്കിൽ T ഓഫ് അപ്സ്ട്രീം ഈസ് ടു T ഓഫ് ഡൗൺ സ്ട്രീം ഈക്വൽ ടു 8 hours 40 minutes ഞാൻ മൊത്തത്തിൽ മിനിറ്റിലേക്ക് ആക്കുന്നു. അപ്പൊ 8 hours എന്ന് പറയുമ്പോൾ 8 into 60 minutes plus 48 minutes ഈസ് ടു 4 into 60 minutes. ഓക്കെ, ദെൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 480, കട്ട് ചെയ്തല്ല ആഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 480 plus 48, ഇത് ഞാൻ 4 into 60 തന്നെ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് 480 48, അപ്പോൾ ഫുൾ ഒരു 12ന്റെ ടേബിൾ അല്ലെങ്കിൽ 48 അങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്തെടുക്കുവാണെങ്കിൽ 528. ഓക്കെ, 480 plus 20 500 plus 28 528. ഓക്കെ, ദെൻ 4 into 60. ദെൻ ഞാനിതിനെ 4 വെച്ച് തന്നെ കട്ട് ചെയ്യുന്നു, കാരണം ലാസ്റ്റ് 2 നമ്പേഴ്സ് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ദെൻ ഇത് നമുക്ക് 4 വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, ദെൻ 1 times 4 പോയിട്ട് 12 വരുന്നു. 3 times 4 പോകുന്നു 12 പോയിട്ട് 2 times. ഓക്കെ, ദെൻ ഇൻറ്റു 60 നമുക്ക് അതുപോലെ വരുന്നു. അപ്പോൾ ഇത് കണ്ടാലേ നമുക്കറിയാം ഇത് 12ന്റെ ടേബിളിൽ പോകുന്ന വാല്യൂ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ 1 times 12 വീണ്ടും. ഓക്കെ, 11 വരുന്നു. ഇവിടെ ആണെങ്കിൽ 5 times. ഓക്കെ, ദെൻ നമ്മുടെ അപ്സ്ട്രീമിലെയും ഡൗൺ സ്ട്രീമിലെയും ടൈമിൻ്റെ റേഷ്യോ ആണ് 11:5. അങ്ങനെയാണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും, സ്പീഡ് ഓഫ് അപ്സ്ട്രീം ഈസ് ടു സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം. ഓക്കെ, നമുക്ക് വളരെ 5:11 ആണ്. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ 5:11. ഇനിയിപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോഴും ഡൗൺ സ്ട്രീമിൻ്റെ ആൾ വലുതാണോ എന്ന് നോക്കി തന്നെ നിങ്ങൾക്ക് അത് ചെയ്തു പോകാവുന്നതാണ്. ഓക്കെ, ദെൻ എനിക്ക് X:Y ആണ് വേണ്ടത്. അപ്പം ഞാൻ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, റേഷ്യോ എടുക്കാനാണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്ത് വെച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ബോട്ടിൻ്റെ ആണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുക, സ്ട്രീമിൻ്റെ ആണെങ്കിൽ രണ്ടും കൂടി മൈനസ് ചെയ്യുക. 11 - 5 എന്ന് പറയുമ്പോൾ 6. ഓക്കെ,
അപ്പം x/y എന്ന് പറയുമ്പോൾ നമുക്ക് വൺസ് അഗൈൻ എഴുതാം 16:6 8:3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അല്ല എങ്കിൽ വൺസ് അഗൈൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വല്ലതും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും അപ്രോച്ച് ചെയ്യാം കേട്ടോ. അതായത് USD ഇത് 5 റേഷ്യോ, ഇത് 11 റേഷ്യോ. അങ്ങനെയാണെങ്കിൽ 5 + 11/2 അല്ലെങ്കിൽ 11 - 5/2 which is equal to 8/3. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, ഒരു പ്രശ്നവുമില്ല. ആ ബൈ 2 ഇട്ടില്ലെങ്കിലും റേഷ്യോ എടുക്കാൻ്റെ ആവശ്യമില്ല. കാരണം റേഷ്യോ വരുമ്പോഴത്തേക്ക് ഏറ്റവും ചെറിയ നമ്പറാണ്, പിന്നെ ഡിവിസിബിൾ അല്ലാത്ത ഏറ്റവും ചെറിയ നമ്പേഴ്സിലേക്ക് വന്ന് നിൽക്കും. അതുകൊണ്ട് പ്രശ്നമില്ല, നമ്മളിത് ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്താ വന്നേക്കുന്നത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. 8:3. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായത് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇത്രയും ഈസി ആയിട്ടാണ് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഞാനിതിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ബുക്കിൽ ചെയ്യാൻ നേരത്തെ ഒരു 3 ലൈനിൽ തീർക്കേണ്ട കാര്യമാണ്. അപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു തരുമ്പോൾ നമുക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഒത്തിരി ഉണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നും കേട്ടോ. ജസ്റ്റ് ഒന്നുമില്ല, ഇവിടെ ഇട്ടൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് വെട്ടിയെടുത്ത് അവിടെ വാല്യൂ ചെയ്താവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The time taken by the simmer to sim upstream is 4 hours more than the time he takes to sim downstream. He sims at a speed of 10 km/h in still water. The stream is flowing gently at 2 km/h. What is the simming distance one side? Okay, then നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സിമ്മർ അയാൾ അപ്സ്ട്രീമിൽ പോകാനായിട്ട്, അപ്സ്ട്രീമിൽ സ്വിം ചെയ്യാനായിട്ട് 4 മണിക്കൂർ അതേ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീമിൽ സ്വിം ചെയ്യുന്നതിനേക്കാളും എടുക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ദ ടൈം ടേക്കൺ ബൈ എ സ്വിമ്മർ ടു സ്വിം അപ്സ്ട്രീം ഈസ് 4 hours more than the time taken to swim the downstream. അപ്പോൾ ഡൗൺ സ്ട്രീമിൽ സ്വിം ചെയ്യാൻ എടുക്കുന്ന സമയം, അതേ ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീമിൽ സ്വിം ചെയ്യാൻ എടുക്കുന്ന സമയത്തിനേക്കാളും എത്ര മണിക്കൂർ? 4 മണിക്കൂർ അപ്സ്ട്രീമിൽ കൂടുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡിസ്റ്റൻസ്, സെയിം ഡിസ്റ്റൻസ് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നമുക്കറിയാം ആ ഡൗൺ സ്ട്രീമിൽ അതേ ഡിസ്റ്റൻസ്, അതിൻ്റെ കമ്പാരിസണാണ് വന്നേക്കുന്നത്. അപ്സ്ട്രീമിൽ പോകാനായിട്ട് 4 മണിക്കൂർ കൂടുതൽ എടുക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് ബാക്കിയൊന്നുമില്ല, നമ്മൾ USDയിലെ വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ പുള്ളിയുടെ സ്പീഡ് എത്രയാണ്? 10 km/h ആണെന്നും, അതുപോലെ അതായത് എക്സ് 10 km/h ആണെന്നും സ്ട്രീമിൻ്റെ സ്പീഡ് 2 km/h ആണെന്നും തന്നിട്ടുണ്ട്. ദെൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീം സ്പീഡ്, ഇത് രണ്ടും കൂടി സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്സ്ട്രീം സ്പീഡ്. പക്ഷേ നമുക്ക് എന്ത് വേണം? നമുക്ക് ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു? ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്പീഡ് മാത്രം പോരാ, നമുക്ക് ടൈം വേണം അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് തന്നെ അറിയാം ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ടേക്കൺ. സ്പീഡിൻ്റെ റേഷ്യോ അപ്സ്ട്രീം ഈസ് ടു ഡൗൺ സ്ട്രീമിൻ്റെ റേഷ്യോ 8:12 നമുക്ക് കട്ട് ചെയ്ത് 2:3 എന്ന് എഴുതാം, 4 വെച്ച്. ദെൻ T ഓഫ് U ഈസ് ടു T ഓഫ് D എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരും? 3:2 എന്ന് എഴുതാം. അപ്സ്ട്രീമിൽ 3 റേഷ്യോ സമയവും ഡൗൺ സ്ട്രീമിൽ 2 റേഷ്യോ സമയവും. എവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തേക്കുന്നത്? റേഷ്യോയിൽ നോക്കുവാണെങ്കിൽ അപ്സ്ട്രീമിലാണ്. എത്ര റേഷ്യോ ആണ് കൂടുതൽ സ്പെൻഡ് ചെയ്തേക്കുന്നത്? ഓക്കെ, കറക്റ്റ് ആണ്, 1 റേഷ്യോ ആണ് കൂടുതൽ സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 റേഷ്യോ. ഓക്കെ, അപ്പോൾ 3:2 ഈ 1 റേഷ്യോ ആണ് എത്ര മണിക്കൂർ കൂടുതൽ അപ്സ്ട്രീമിൽ എടുത്തിട്ടുണ്ട്? 4 hours എടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ 3 റേഷ്യോ എന്തായിരിക്കും? ഇവിടെ ഇൻറ്റു 4 ആണെങ്കിൽ ഇവിടെ ഇൻറ്റു 4 ആണ്, 3 × 4 12. ഇവിടെയാണെങ്കിലോ 2 × 4 8. ഓക്കെ, അപ്പോൾ ഇവിടെ 12 ടൈമാണ് എടുത്തിരിക്കുന്നത്, ഇവിടെയാണെങ്കിൽ 8 ടൈമാണ്, 8 hours ആണ് എടുത്തിരിക്കുന്നത്. ദെൻ ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇവന്മാർ രണ്ടുപേരും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എത്ര വരുന്നത്? 12 × 8. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 12 × 8 which is equal to 96 കിലോമീറ്റർ എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, 96 കിലോമീറ്റർ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ല,
ഡിസ്റ്റൻസ് സെയിം ആണെന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. അവിടെയാണെങ്കിൽ വളരെ ക്ലിയർ കട്ടായിട്ട് തന്നിട്ടുണ്ടായിരുന്നു സെയിം ഡിസ്റ്റൻസ് ആണെന്ന്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ലോജിക്ക് അറിയാമെങ്കിൽ, ഞാനിത് ഇങ്ങനെയൊക്കെ എഴുതി കാണിക്കുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ 8:12 എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മുകളിൽ 3:2 എന്ന് എഴുതിയിട്ട് അങ്ങ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ഇത്ര സ്റ്റെപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കോ നിങ്ങൾ. 12 കിട്ടുമ്പോഴേ നിങ്ങൾ മനസ്സിലെടുക്കും. 12 8 96, 12 × 8 96. ആ ഒരു കാൽക്കുലേഷനിലേക്ക് നമ്മൾ ഉടനെ പോയി കഴിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. In 4 hours, a boat goes 12 kilometers along the stream. It covers 6 kilometers against the stream in the same time. The speed of the boat in still water. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുന്നു USD. ഓക്കെ, USD എഴുതി. ഇൻ 4 hours, 4 മണിക്കൂർ കൊണ്ട് എ ബോട്ട് ഗോസ് 12 kilometers എലോങ് ദ സ്ട്രീം എന്ന് പറഞ്ഞാൽ എവിടുത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? ഡൗൺ സ്ട്രീം. ഡൗൺ സ്ട്രീമിൽ 12 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് പോകുന്നു. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡാണ് ഞാൻ ഇവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത് 3 km/h. It covers 6 kilometers against the stream in the same time. Okay, അതേപോലെ against the stream എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുത്തെ കാര്യമാണ് പറയുന്നത്? upstream. upstreamൽ 6 kilometers 4 hours കൊണ്ട് പോകുന്നു. again 3/2 1.5 km/h. then നമ്മളോട് എന്തോ ചോദിച്ചിരിക്കുന്നത്? find the speed of the boat in still water. ബോട്ടിന്റെ സ്റ്റിൽ വാട്ടറിലുള്ള സ്പീഡ്. അപ്പോൾ x = u + d / 2. ഓക്കെ, അപ്പോൾ എന്താ വരുന്നേ? 4.5 / 2 2.25 km/h. നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ടേംസിൽ നമുക്ക് തരാം. എന്താണ്? 12 kilometers along the stream. അപ്പോൾ ഡൗൺ സ്ട്രീം ആണെന്നും, അതുപോലെ 6 kilometers against the stream എന്ന് പറയുമ്പോൾ അപ് സ്ട്രീം ആണെന്നും ഒക്കെയുള്ളൊരു നോളജ് അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വന്നേ? 2.25 km/h ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നേ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വലിയ കൺഫ്യൂഷൻ ഒന്നും വരാനായിട്ട് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Pramod's home and the school are separated by a river. It will take him 1 hour to row to school and come back. The river runs at a speed of 2.4 km/h and Pramod's speed in still water is 12 km/h. How far is the school from Pramod's home? Okay, then ഒരു സ്കൂൾ മുതൽ വീട് വരെയുള്ള ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡേറ്റയും തന്നിട്ടുണ്ട്. USD-നകത്ത് നമുക്ക് യുവിൻ്റെ വാല്യൂ തന്നിട്ടില്ല, ടിൻ്റെ വാല്യൂ തന്നിട്ടില്ല. പക്ഷേ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രമോദിൻ്റെ വീടും സ്കൂളും ഒരു റിവറാൽ സെപ്പറേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി ആ പ്രമോദിന് 1 മണിക്കൂർ കൊണ്ടാണ് സ്കൂളിൽ നിന്ന് റോഡ് ടു സ്കൂൾ ആൻഡ് കം ബാക്ക്, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാനും തിരിച്ചു വരാനും കൂടി മുഴുവൻ ജേണിക്കും. അതായത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത് അപ് സ്ട്രീം ആണെന്ന് ഇരിക്കട്ടെ. തിരിച്ചു വരുന്നത് എങ്ങനെയായിരിക്കും? ഡൗൺ സ്ട്രീം. അതായത് അപ് സ്ട്രീമിൽ പോകുന്ന സമയം പ്ലസ് ഡൗൺ സ്ട്രീമിൽ പോകുന്ന സമയം 1 hour ആണെന്ന് തന്നിട്ടുണ്ട്. റിവറിൻ്റെ സ്പീഡ് അതായത് y എന്ന് പറയുന്നത് 2.4 km/h. അപ് സ്ട്രീമിൻ്റെ സ്പീഡ്, അപ് സ്ട്രീം അല്ല ബോട്ടിൻ്റെ സ്പീഡ്, പ്രമോദിൻ്റെ സ്പീഡ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്? 12 km/h എന്ന് പറയുന്നുണ്ട്. ദെൻ ഡൗൺ സ്ട്രീം എത്രയാണ്? 14.4 km/h. അതുപോലെ അപ് സ്ട്രീം എത്രയാണ്? 9.6 km/h. 12 - 2.4 9.6 km/h. ഇനി പ്രമോദ് ഹോം ടു സ്കൂൾ, അതുപോലെ അവിടെ നിന്ന് തിരിച്ചു വരുന്നു. സെയിം ഡിസ്റ്റൻസ് ആണ്, സെയിം ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ടേക്കൺ. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്?
ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്പീഡ് ഓൾറെഡി അപ്സ്ട്രീം ഡൗൺ സ്ട്രീമിൻ്റെ കിട്ടി. ഇനി എന്തുകൂടെ കിട്ടണം നമുക്ക് ടൈം ടേക്കൺ കൂടി കിട്ടണം. ടൈം ടേക്കൺ കിട്ടാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡിൻ്റെ റേഷ്യോ എന്താണോ അതിനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഇൻവേഴ്സ് റേഷ്യോ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ ആയി, ടൈമിൻ്റെ ആയി. ഓക്കെ, ഇപ്പോൾ ഞാൻ സ്പീഡിൻ്റെ റേഷ്യോ എടുക്കുവാണേ 9.6:14.4. ഈ പോയിന്റ് ഞാൻ രണ്ടിടത്തുനിന്ന് കളയുവാണ്. 96:144, ദാറ്റ് ഈസ് 12 വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 8:12 എന്ന് വരും. വൺസ് അഗൈൻ കട്ട് ചെയ്യുവാണെങ്കിൽ 2:3. ഇത് ടൈമിൻ്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഇത് സ്പീഡിൻ്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ ഈ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിൻ്റെ റേഷ്യോ എടുക്കാം, ഇനി ടൈമിൻ്റെ റേഷ്യോ. ടൈമിൻ്റെ റേഷ്യോ എന്താ വരും, 3:2. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ 3:2. ഓക്കെ, അതായത് 3+2 5 റേഷ്യോ ആണ് എത്ര മണിക്കൂർ തന്നിരിക്കുന്നത്, 1 hour എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 റേഷ്യോ എത്ര ആണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് 1 ആവണമെങ്കിൽ ഇൻറ്റു 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പം 3 റേഷ്യോ എത്രയായിരിക്കും, 3 × 1/5, അതായത് 3/5 ആണ് ഇവിടെ എടുത്ത ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു 3/5 കൊണ്ട് 9.6നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ടേക്കൺ. സ്പീഡ് 9.6, ടൈം ടേക്കൺ എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്, 3:3/5 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ 96 × 3/50 എന്ന് ഞാൻ എടുക്കുന്നു കേട്ടോ. അതായത് മേഖലയിൽ ആ ഒരു പോയിന്റ് കളയാനായിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ. അപ്പം നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്, നമുക്ക് 6 × 3 18, 1 ക്യാരി, 9 × 3 27, 1 28, ഡിവൈഡ് ബൈ 50. അപ്പം ഞാൻ ഇനി 5 വെച്ച് ഡിവൈഡ് ചെയ്യുവാണേ. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 × 5 25. പിന്നെ എന്താ വരുന്നത്, 38. 7 × അല്ലേ 38. ഓക്കെ, 7 × നമുക്ക് എന്താ വരുന്നത്, 7 × കൊടുക്കുമ്പോൾ 35 വരുന്നു. പോയിൻറ്റ് ഒരു 3 കൂടെ ക്യാരി ആയിട്ട് വരും. 38 35 പോയാൽ ഒരു 3 വരും, 0.6 എന്ന് വരും. ഓക്കെ, ഡിവൈഡ് ബൈ 10. ഓക്കെ, അതായത് നമ്മുടെ ആൻസർ എന്താ വരുന്നത്, 5.76 കിലോമീറ്റർ. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്, 5.76 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് 2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അവിടെ കൊടുത്താലും മതി. 2 റേഷ്യോ എത്ര എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഡിസ്റ്റൻസ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു വാല്യൂസ് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമ്മുടെ ആൻസറോ നമുക്ക് 5.76 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം 5.76 എന്നാണോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി 5.76 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The speed of a boat in still water is 15 km/h if it can travel 42 km downstream and 28 km upstream in the same time. Then what is the speed of the stream? Okay, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ടിൻ്റെ സ്പീഡ് 15 km/h ആണ്. അതിന് 42 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലും 28 കിലോമീറ്റർ അപ് സ്ട്രീമിലും പോകാനെടുക്കുന്ന ടൈം സെയിം ആണ്. ദെൻ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം? അങ്ങനെയാണെങ്കിൽ സ്ട്രീമിൻ്റെ സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് പറയാം. ബോട്ടിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, 42 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാനും ആൻഡ് 28 കിലോമീറ്റർ അപ് സ്ട്രീം ഇൻ സെയിം ടൈം. അത് 28 കിലോമീറ്റർ അപ് സ്ട്രീമിൽ പോകാൻ എടുക്കുന്നത് സമയവും സെയിം ആണ്, സെയിം ടൈമിലാണ് പോകുന്നത്. ഓക്കെ, then what is the speed of the stream? അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ സ്ട്രീം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് USD കൊടുക്കുന്നു. USD ഇത് 15 km/h ആണ്. എനിക്ക് Y ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി പറഞ്ഞിട്ടുണ്ട് 42 കിലോമീറ്റർ ഇൻ ഡൗൺ സ്ട്രീം ആൻഡ് 28 കിലോമീറ്റർ അപ് സ്ട്രീമിൽ പോകാൻ എടുക്കുന്ന ആ ഒരു ടൈം സെയിം ആണ്. ഓക്കെ, അഗെയിൻ
എന്താ പഠിച്ചിട്ടുള്ളത്? ടൈം സെയിം ആവുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റിലേഷൻ. എന്താ പഠിച്ചിട്ടുള്ളത്? സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ് സ്ട്രീം ഈസ് ടു ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 28 ഈസ് ടു 42. 14 വെച്ച് വെട്ടുവാണെങ്കിൽ 2 ടൈംസ്, ഇവിടെ 3 ടൈംസ്. ഡിസ്റ്റൻസിൻ്റെ വാല്യൂ 2:3 ആണെങ്കിൽ സ്പീഡിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? 2:3 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ 2 റേഷ്യോ എന്നും ഇതിനെ 3 റേഷ്യോ എന്നും കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതല്ലയോ നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബോട്ടിൻ്റെ സ്പീഡ്. ഇപ്പം റേഷ്യോ ആണെങ്കിൽ റേഷ്യോ രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. 5 റേഷ്യോ ആണ് 15 km/h. ഇനി ഇത് രണ്ടും കൂടി സബ്സ്ട്രാക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബോട്ടിൻ്റെ സ്പീഡ്. 3 - 2 1 റേഷ്യോ എത്ര? ഇവിടെ × 3, ഇവിടെ × 3 നമുക്ക് എന്താ വരും? 3 km/h ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബോട്ടിന്റെ സ്പീഡ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്, 3 km/h. ഓക്കെ, ഇനി ഞാൻ ഈ ചെയ്തിരിക്കുന്നതിൽ ഈ ഒരു /2 ഇല്ലേ എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, റേഷ്യോ എടുക്കുമ്പോൾ /2 എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. USD ഞാൻ ഇവിടെ 2 റേഷ്യോ, ഇവിടെ 3 റേഷ്യോ എടുത്തു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് /2 എടുക്കുമ്പോൾ നമുക്ക് 5/2. ആ 5/2 ആണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞേക്കുന്നത്? 15 km/h എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്തു 1/2 എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 5/2 ഇതാണെങ്കിൽ 1/2 എത്ര? ഓക്കെ, അപ്പോൾ ഈ /2 ഒക്കെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ /2 ഇല്ലാതെ ചെയ്തത്. കാരണം റേഷ്യോ എടുക്കുമ്പോൾ രണ്ടിടത്തും /2 ക്യാൻസൽ ചെയ്ത് പോകും എന്നുള്ള കൺസെപ്റ്റിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒന്ന് കാണിക്കാം. ഇവിടെ ആ ഒരു മൾട്ടിപ്പിൾ വരുന്നത് 15/5/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് 3 വരും. ഇതിങ്ങനെ മുകളിൽ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ × 6 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ × 6. ഓക്കെ, ദെൻ ഇവിടെ × 6 1/2 × 6 നമുക്ക് അഗൈൻ എന്തെന്ന് തന്നെ വരും? 3 km/h എന്ന് തന്നെ വരും. ഇനി നിങ്ങൾ /2 ഇട്ട് ചെയ്താലും നിങ്ങൾക്ക് 3 km/h തന്നെ വരും. ഞാനിത് ഇങ്ങനെ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം, റേഷ്യോ ആണെങ്കിൽ നിങ്ങൾ /2 ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒറിജിനൽ നമ്പേഴ്സ് തന്നിരിക്കും /2 ഇടാതെ ചെയ്യാൻ പഠിപ്പിച്ചു എന്ന് പറയരുത്. റേഷ്യോ ആണെങ്കിൽ ഇതേ പ്ലസ് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടും, ഇതേ മൈനസ് ഇത് എടുത്തു കഴിഞ്ഞാൽ സ്ട്രീമും ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഒരു പ്രശ്നവും ഇല്ല. കാരണം /2 രണ്ടിടത്ത് ക്യാൻസൽ ചെയ്തതിന് തുല്യമാണ് റേഷ്യോ എടുക്കാൻ. ഇത് എന്തിൻ്റെ റേഷ്യോ? സ്പീഡിൻ്റെ റേഷ്യോ. സോറി, ഇത് ബോട്ടിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ, ഇത് നമ്മുടെ സ്ട്രീമിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ. ഓക്കെ, ദെൻ നമ്മുടെ ആൻസർ വന്നേക്കുന്നത് 3 km/h ആണ്. ഓപ്ഷൻ ബി 3 km/h. ഓക്കെ, ദെൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നോക്കാം. ഇൻ എ സ്ട്രീം B lies in between A and C such that it is equidistant from both A and C. A boat can go from A to B and back in 6 hours 30 minutes, while it goes from A to C in 9 hours. Then how long would it take to go from A to C? Okay, അപ്പോൾ നമുക്ക് പറഞ്ഞേക്കുന്നത് ഒരു സ്ട്രീമിൽ ബി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അത് എവിടെ ആയിട്ടാണ് വന്നേക്കുന്നത്? ബിറ്റ്വീൻ എ ആൻഡ് സി. ഓക്കെ, ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് സി എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. ബി എന്ന് പറയുന്നത് ഇക്വിഡിസ്റ്റൻസിലാണ് എയിൽ നിന്നും അതേപോലെ സിയിൽ നിന്നും. അപ്പം മിഡിലായിട്ടാണ് ബി വരുന്നത്. ഓക്കെ, ദെൻ എ ബോട്ട് can go from A to B and back in 6 hours 30 minutes. ഓക്കെ, അപ്പം ഞാനിതൊന്ന് കളർ ചേഞ്ചിലൊന്ന് കാണിക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് വന്ന, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വരാനായിട്ട് 6 hours 30 minutes ആണ് എടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം, while it goes from A to C in 9 hours. എയിൽ നിന്നും സിയിലേക്ക് പോവാനായിട്ട് എത്ര അവേഴ്സ് എടുത്തേക്കുന്നു? 9 hours എടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ദെൻ ഹൗ ലോങ് വുഡ് ഇറ്റ് ടേക്ക് ടു ഗോ ഫ്രം സി ടു എ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി ടു എയിലേക്ക് പോകാനായിട്ട്, സിയിൽ നിന്നും എയിലേക്ക് പോകാനായിട്ട് എത്ര സമയമാണ് എടുക്കുന്നത്? ഓക്കെ, ദെൻ ഫൈൻ. അപ്പോൾ ഞാൻ എ മുതൽ സി വരെ ബി എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണ്. അഗെയിൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡേറ്റ നമുക്ക് മനസ്സിലായ കാര്യമാണ്. എയിൽ നിന്നും
ബിയിലേക്ക് ഒരു മിനിറ്റ് എ ടു സിയിലേക്ക് വരാനായിട്ട് 9 hours. എ ടു സി, എയിൽ നിന്ന് സി ഇവിടം വരെ വരാനായിട്ട് 9 hours. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എയിൽ നിന്ന് സിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു നിശ്ചിത ഒരു ഈക്വൽ സ്പീഡിലായിരിക്കും ഇവിടം തൊട്ട് അങ്ങ് വരെ പോകുന്നത്. അതിൽ എ ടു ബി വരെയുള്ള ടൈം എന്താണോ അത് തന്നെയായിരിക്കും ബി ടു സി വരെയുള്ള ടൈം. കാര്യം എന്താണ്? എ ടു ബി വരെയുള്ള ഡിസ്റ്റൻസും ബി ടു സി വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പം ഒരു മനുഷ്യനാണ് ഓടുന്നതെങ്കിൽ പുള്ളിക്ക് കറക്റ്റായിട്ടൊരു സ്പീഡിലല്ലേ ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എ മുതൽ ബി വരെയുള്ള എടുക്കുന്ന ആ ഒരു ടൈം എന്താണോ അതിന് തുല്യമായിരിക്കും ബി മുതൽ സി വരെ എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പം ഇത് 9 hours ആണ് മുഴുവനായിട്ടെങ്കിൽ ഇത് 4.5 hours ആണ്. ഇവിടെയും 4.5 hours ആണ് പുള്ളി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം നമ്മൾ നോക്കാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എയിൽ നിന്ന് ബിയിലേക്ക് വന്ന ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വരാൻ എ ബിയിൽ നിന്ന് ബി എയിലേക്ക് തിരിച്ചു വരാൻ 6 hours 30 minutes ആണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്ക്, എയിൽ നിന്ന് ബിയിലേക്ക് വരാൻ എത്ര സമയം മതി എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. 4 മണിക്കൂർ 30 minutes മതി എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ബി ടു എയുടെ സമയം എത്രയായിരിക്കും? മൊത്തത്തിൽ 6.5 മണിക്കൂറിൽ 4.5 മണിക്കൂർ എ മുതൽ ബി വരെ വരാനായിട്ട് എടുത്തു എങ്കിൽ ബി ടു എ എത്ര സമയം എടുത്ത് കാണും? ഇത് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞാൽ ബി ടു എ നമുക്ക് എത്ര മണിക്കൂറാണെന്ന് മനസ്സിലായി. ബിയിൽ നിന്നും എയിലേക്ക് വരാൻ എടുക്കുന്ന ഈ ഒരു ടൈം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു 2 hours ആണ്. ഓക്കെ, ഇത് 2 hours ആണ്. ബി ടു എയിലേക്ക് 2 hours ആണെങ്കിൽ സി ടു ബിയും എത്ര അവേഴ്സ് തന്നെ ആയിരിക്കണം? 2 hours തന്നെ ആയിരിക്കണം. കാര്യം എന്താണ്? ഇവിടെ പോകുന്ന അതേ ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന അതേ ഡിസ്റ്റൻസ് അതേ സ്പീഡിലാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിപ്പം അങ്ങോട്ടേക്ക് അപ് സ്ട്രീം ആണെങ്കിൽ താഴേക്ക് ഡൗൺ സ്ട്രീം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ വരാനായിട്ട് 2 hours. ഈ ഒരു ജേർണിക്ക് 2 hours എങ്കിൽ ഈ ഒരു ജേർണിക്കും 2 hours. ദെൻ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 4 hours. വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി 4 hours ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടതാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു അപ്രോച്ചുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഇവിടെ നിന്ന് അങ്ങ് വരെ പോകുമ്പോൾ ഉള്ള ടൈം എന്താണോ അത് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തെ ടൈം കിട്ടുന്നു. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മുഴുവൻ ടൈം നമ്മുടെ കയ്യിലുണ്ട്. 6:30 hours. ദെൻ എ ടു ബി 4:30 hours ആണെങ്കിൽ ബി ടു എ 2 hours ആണ്. ദെൻ ഇപ്പുറത്തും 2 hours തന്നെ ആയിരിക്കും. ദെൻ നമുക്ക് 4 hours ആണ് ഇൻ ടോട്ടൽ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എ ബോട്ട് ക്യാൻ ഗോ 2.4 kilometers upstream in 16 minutes. The ratio of the speed of the boat in still water to the speed of the stream is 8:3. How much time will the boat to take go 21.6 kilometers in still water and 33 kilometers in downstream? Okay, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ടൈം കണ്ടുപിടിക്കാനാണ്. ഹൗ മച്ച് ടൈം ടേക്കൺ ആണ് വേണ്ടത്. Will the boat to go 21.6 kilometers in still water and 33 kilometers ഡൗൺസ്ട്രീമിൽ 33 കിലോമീറ്റർ പോകാനും സ്റ്റിൽ വാട്ടറിൽ 21.6 കിലോമീറ്റർ പോകാനും ആ ബോട്ടിന് എടുക്കുന്ന ടൈം എത്രയാണ്? അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡും വേണം, ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡും വേണം, എങ്കിലേ ടൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഡിസ്റ്റൻസ് രണ്ടിൻ്റെ കറസ്പോണ്ടിങ് തന്നിട്ടുണ്ട്. ബോട്ടിൻ്റെ സ്പീഡ്, എന്തിൻ്റെ സ്പീഡ്? ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ്. സ്റ്റിൽ വാട്ടറിൽ പോകുമ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് മാത്രമേ ബോട്ടിനുള്ളൂ, വേറെ ഒന്നുമില്ല. സ്റ്റിൽ വാട്ടർ എന്ന് വെച്ചാൽ നിശ്ചലമായിട്ടുള്ള പ്രതലത്തിൽ പോകുന്ന ബോട്ടിനെയാണ് സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടിൻ്റെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ ആണെങ്കിൽ നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് ആകെ തന്നിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് അപ്സ്ട്രീമിൽ 2.4 കിലോമീറ്റർ പോകാൻ 16 മിനിറ്റ് വേണം. ഓക്കെ, അപ്പം നമുക്ക് അത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. 8:3 ആണ് സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ടു ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം. അപ്പോൾ അപ്സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ 8 - 3 5 ആണ്. ഇതാണെങ്കിൽ 8 + 3 11 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു 5 റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. 2.4 കിലോമീറ്റർ അപ്സ്ട്രീമിൽ പോകാൻ 16 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 2.4 ഡിവൈഡ് ബൈ 16 മിനിറ്റ്. അപ്പോൾ മിനിറ്റിന് ഞാൻ അവറിലേക്ക് മാറ്റുന്നു ബൈ 16. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 × 6 / 16. ഈ 60 അങ്ങ് മുകളിൽ ന്യൂമറേറ്ററിൽ വരും കേട്ടോ. ആ 0
കൊണ്ട് ഞാൻ ഈ പോയിന്റ് ക്യാൻസൽ ചെയ്ത് എടുക്കുവാണ്. ദെൻ ഇതുമായിട്ട് 8 വെച്ച് കട്ട് ചെയ്യുവാണ്, 3 times 2 times. ദെൻ ഇതുമായിട്ട് കട്ട് ചെയ്യുന്ന 3 times 9 km/h ആണ് അപ്സ്ട്രീമിന്റെ സ്പീഡ്. ഓക്കെ, അങ്ങനാണെങ്കിൽ അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ 5:9 ആണെങ്കിൽ നമുക്ക് വേണ്ടത് ബോട്ടിന്റെ സ്പീഡ്, അതായത് എക്സിന്റെ വാല്യൂ 8 ആണ്. അതേപോലെ നമുക്ക് വേണ്ടത് ഡൗൺ സ്ട്രീം സ്പീഡ് 11 ആണ്. ഇതിന്റെ വാല്യൂസ് എത്ര എന്ന് പറയാം. ഓക്കെ, ദെൻ ഇവിടുത്തെ ആ ഒരു ഫ്രാക്ഷൻ നമുക്ക് എന്ത് വരും, ആ ഒരു മൾട്ടിപ്ലൈ, ഒരു കോൺസ്റ്റന്റ് 9/5. ഓക്കെ, ദെൻ അത് ഇവിടെ അതുപോലെ കൊടുക്കുന്നു 9/5, ഇവിടെ അതുപോലെ കൊടുക്കുന്നു 9/5. 8 × 9/5, ഇവിടെ ആണെങ്കിൽ 11 × 9/5. ഇത് ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ ആവശ്യമാണ് എങ്കിൽ അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 8 × 9 72 എന്നൊക്കെ എഴുതാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. ഞാൻ പിന്നെ ലാസ്റ്റ് ആ ഒരു പ്രോസസ്സ് ചെയ്താൽ മതി എന്നുള്ള ഒരു ബോധത്തിലാണ് എപ്പോഴും അങ്ങനെ എഴുതുന്നത് കേട്ടോ. കാരണം വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് അത് പാഴിപ്പോണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു സമയം കളയണ്ടല്ലോ എന്ന് എഴുതിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. ഇനി ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് സ്റ്റിൽ വാട്ടറിൽ 21.6 കിലോമീറ്റർ ഡിവൈഡ് ബൈ ബോട്ടാണ്, ബോട്ടിൻ്റെ സ്പീഡ് മാത്രം മതി, അതായത് 8 × 9/5. അടുത്തത് പ്ലസ് 33 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോവാൻ, ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് 11 × 9/5. ഓക്കെ, ദെൻ നമുക്ക് കട്ട് ചെയ്യാം, 9 വെച്ച് കട്ട് ചെയ്യുവാണ്, 9ഉം ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു, 2 times 9 18 എന്ന് വരുന്നു. പിന്നെ 21 18 പോയാൽ 3.6 എത്ര തവണ പോവും, 4 times പോവും. ഓക്കെ, ദെൻ ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു, നമുക്ക് 0.3 എന്ന് വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 5 കൊണ്ടങ്ങ് ന്യൂമറേറ്ററിൽ കൊണ്ടുപോവുകയാണെങ്കിൽ 1.5 hours അവിടെ വരുന്നു. അടുത്തതിലാണെങ്കിലോ ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു 3 times. ഓക്കെ, 5/3 എന്ന് വരുന്നു. ഈ 5 ന്യൂമറേറ്ററിൽ വരുന്നു, 5/3. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ 3/2 അല്ലെങ്കിൽ ഓക്കെ 3/2 പ്ലസ് 5/3 വിച്ച് ഈസ് ഈക്വൽ ടു 9 + 10 19/6 hours ആണ് ആ ഒരു ജേണിക്ക്, ആ ഒരു സ്റ്റിൽ വാട്ടറിൽ 21.6 കിലോമീറ്ററും അതുപോലെ 33 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാനായിട്ട് ഈ പറയുന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് എടുക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. 19/6 hours ആണ് നമ്മുടെ ആ ഒരു എൻറ്റയർ ജേണിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്, പോയിന്റ് ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളോട് കൂടുതലായിട്ട് ചോദിക്കുന്നത്. കാരണം വളരെ സിമ്പിളായിട്ടൊരു ചാപ്റ്ററാണ്, ഇതിൽ നിന്ന് ഡിഫിക്കൽട്ട് ആക്കാനായിട്ട് അവർക്ക് കുറേ പോയിന്റും കാര്യങ്ങളൊക്കെ തന്ന് ഇതുപോലെ നിങ്ങളോട് ചോദിക്കാനാണ് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ ഫിഷർമാൻ ക്യാൻ റോ ഹിസ് ബോട്ട് ടു ദ മാർക്കറ്റ് ഫോർ 80 കിലോമീറ്റർ എലോങ് ദ സ്ട്രീം. എലോങ് ദ സ്ട്രീം എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡൗൺ സ്ട്രീം. For this he takes 1 hour and 20 minutes. ഓക്കെ, അപ്പോൾ ഡൗൺ സ്ട്രീമിലേക്ക് 80 കിലോമീറ്റർ പോകാനായിട്ട് 1 hour 20 minutes ആണ് എടുക്കുന്നത്. His son says that his father's rowing speed is in the still water is 45 km/h. How much time should he take to row that same distance back against the stream? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് ഒരു ഫിഷർമാന് ആ ബോട്ടിൽ മാർക്കറ്റിലേക്ക് പോകാൻ 80 കിലോമീറ്റർ പോകാനായിട്ട്, ഡൗൺ സ്ട്രീമിൽ പോകാനായിട്ട് 1 hour 20 minutes എടുക്കും. ഓക്കെ, ദെൻ ഞാൻ USD എടുക്കുന്നു. ഡൗൺ സ്ട്രീമിൽ 80 കിലോമീറ്റർ പോകാൻ 1 hour 20 minutes എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് നമുക്ക് എത്ര എടുക്കാം, 80 minutes എന്ന് എടുത്തൂടെയോ? ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു, 80 minutes by 60 അവറിൽ കൊണ്ട് നമുക്കിപ്പം 80 കിലോമീറ്റർ ആണ്, അപ്പം നമുക്ക് 80 minutes ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല, അതിനെ അവറിലേക്ക് മാറ്റുന്നു, 80/60 എന്ന് കൊടുക്കുന്നു. ഈ 80 കട്ട് ചെയ്ത് പോയിട്ട് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് 60 km/h എന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ആ ഒരു ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് കിട്ടിയത് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡാണ്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഡേറ്റ് ഡയറക്റ്റ് തന്നിരിക്കുവാണ്. ഇനി പുള്ളിയുടെ മോൻ എന്താ പുള്ളിയോട് പറയുന്നത്, പുള്ളിയുടെ മോൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സ്പീഡ് ഓഫ് ദ സ്റ്റിൽ വാട്ടറിൽ ആ പുള്ളിക്കാരൻ്റെ സ്പീഡ്, തൻ്റെ അച്ഛൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 45 km/h ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് വെച്ചാൽ എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്? ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. അതിൽ ഡൗൺ സ്ട്രീം സ്പീഡ് 60 ആണ്, എക്സ് 45 ആണ്. അങ്ങനെയാണെങ്കിൽ വൈ എത്ര ആയിരിക്കും? വൈ എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ, 15 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, ദെൻ അപ്സ്ട്രീം സ്പീഡ് എത്ര ആയിരിക്കും? 45 മൈനസ് 15, 30 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഞാൻ എന്തിനാ അപ്സ്ട്രീമിൻ്റെ സ്പീഡൊക്കെ കണ്ടുപിടിച്ചേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് how much should he take to row the same distance back against the stream. അപ്സ്ട്രീമിൽ ഈ സെയിം ഡിസ്റ്റൻസ് വരാനായിട്ട് എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാനത് ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. അപ്സ്ട്രീമിൽ വരേണ്ട ഡിസ്റ്റൻസ് 80 കിലോമീറ്റർ. ടൈം equal to 80/30 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, നമുക്കിത് ജസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻ വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ 8ൽ എത്ര വട്ടം പോകും? 2 ടൈംസ് പോകും അല്ലേ? 2 ടൈംസ് പോയതിന് ശേഷം ബാക്കി എത്ര നമുക്ക് വരുന്നത്? 2 ടൈംസ് പോയതിന് ശേഷം 6 വരുന്നു, 2/3 ഇൻറ്റു ഈ ഒരു ഇതിനെ വാല്യൂ മിനിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അഗെയിൻ 20 എന്ന് വരുന്നു. 2 hour 40 minutes ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 and 2/3 എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട്, അവേഴ്സിലാണ് വരുന്നത്, അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2 hour 40 minutes ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, അവിടെ വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ കാണാനാണെങ്കിൽ ഇത്രയോ വായിക്കാനൊക്കെ ഉണ്ടല്ലേ, പക്ഷെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലയോ? ഓക്കെ, അപ്പോൾ അത്രയും ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, ദെൻ നമ്മുടെ ആൻസർ 2 hours 40 minutes, ഓപ്ഷൻ ബി 2 hour 40 minutes ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, a boat rows at 6 km/h in still water between 2 points 36 km apart. If it takes 8 hours to cover this distance downstream than upstream. Okay, what is the speed of the stream? Okay, അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു ബോട്ടിൻ്റെ സ്പീഡ് 6 km/h ആണ് still water between 2 points 36 km apart. 36 കിലോമീറ്റർ ദൂരമുള്ള, അതായത് ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്ത് 2 പോയിന്റിലേക്ക് പോകുന്ന ആ ഒരു ബോട്ടിൻ്റെ സ്പീഡ് എന്ന് വെച്ചാൽ 6 km/h ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദെൻ ഇഫ് ഇറ്റ് ടേക്സ് 8 hours to cover the same distance downstream than upstream. ഓക്കെ, അപ്പം ഈ 36 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകുന്നതും അപ്സ്ട്രീമിൽ പോകുന്നതും തമ്മിലുള്ള സമയ വ്യത്യാസം, അല്ലെങ്കിൽ ഡൗൺ സ്ട്രീമിൽ പോകാനായിട്ട് 8 മണിക്കൂർ കുറച്ച് മതി. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ സ്ട്രീം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫൈൻ, നമുക്ക് അഗെയിൻ സെയിം ഡിസ്റ്റൻസ് ആണ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. ഞാൻ USD കൊടുക്കുന്നു, ഇത് 6 km/h ആണെന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെയിം ഡിസ്റ്റൻസ് ആണ് നമുക്ക് പോകുന്നത്, 6 km/h ആണ്. നമുക്ക് ഡിസ്റ്റൻസ് എത്ര എന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് 36 കിലോമീറ്റർ ഇവിടെ ഒരു വൈൻ്റെ വാല്യൂ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത് ആഡ് ചെയ്തൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 36 കിലോമീറ്റർ അപ്സ്ട്രീമിൽ പോകാൻ എടുക്കുന്ന ടൈം മൈനസ് 36 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകാൻ എടുക്കുന്ന ടൈം ഈക്വൽ ടു എന്തെന്ന് പറയാം? നമുക്ക് 8 hours എന്ന് പറയാം. ഓക്കെ, ദെൻ 36 ഡിവൈഡ് ബൈ അപ്സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്സ്ട്രീം എന്ന് വെച്ചാൽ എക്സ് മൈനസ് വൈ minus 36 divided by x plus y is equal to 8 km/h എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി എക്സിൻ്റെ പകരം നമുക്ക് വാല്യൂ കൊടുക്കുക 6 എന്ന്. ഓക്കെ, അതിനു മുന്നേ ഞാൻ 36 ഒന്ന് പുറത്തെടുത്ത് ചെയ്യുവാണ്. 1/6 minus y minus 1/6 plus y is equal to 8 എന്ന് കൊടുക്കുവാണേ. ഞാൻ ഈ ഒരു ഡേറ്റ നമുക്ക് ആവശ്യമില്ല തൽക്കാലത്തേക്ക് ഇപ്പോൾ. ദെൻ നമുക്ക് 36 into 6 plus y minus of 6 minus y divide by 36 minus a plus b into a minus b, a square minus b square എന്ന് വന്നു. ഓക്കെ, which is equal to 8. ഇതുമായിട്ട് നമുക്ക് 4 വെച്ച് കട്ട് ചെയ്യാം. 9 times 2 times. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇവിടെ 6 plus y minus 6 plus y എന്ന് വരും. ഇതും കട്ട് ചെയ്ത് പോവും. അതിവിടെ ഒരു 2y എന്ന് വരും. അപ്പം 18y 18y, അതായത് 9 ഇൻറ്റു 2y 18y ഈസ് ഈക്വൽ ടു
2 into 36 minus y square. ഓക്കെ, അഗെയിൻ ഞാൻ ഇതൊന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 9y. ഓക്കെ, അപ്പം നമുക്കിതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് ചെയ്യുവാണെങ്കിൽ ഈ y സ്ക്വയർ ഇങ്ങനെ വരുന്നു. y സ്ക്വയർ മൈനസ് 9y മൈനസ് 36 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ത് വരണം? നമുക്ക് 36 വരണം. അതുപോലെ അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ -9 വേണം. ഓക്കെ, അപ്പം നമുക്ക് 12 × 3, ഇത് നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ പഠിക്കുന്നതാണ്. 12 × 3 ആണ് നമുക്ക് വരുന്നത്. 12 × 3, അപ്പം മൈനസ് വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വാല്യൂ ആണ് നമുക്ക് ഇത് വരാനുള്ളത്. ഓക്കെ, അപ്പം നമുക്കിത് -12, അടുത്ത വൈൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് 3 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ എക്സാക്റ്റ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മൈനസ് ആയതുകൊണ്ട് ഇത് മൈനസ് ആയത് വരാനുള്ളത്. അപ്പോൾ ഇത് പ്ലസും ഇത് മൈനസും വരുന്നു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ്, ഇത് ആഡ് ചെയ്യുമ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ, ഇതിവിടെ +9y ആണ് കേട്ടോ. ഈ y സ്ക്വയറിങ് നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നില്ലയോ? ഓക്കെ, അവിടെ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തുവാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ y സ്ക്വയറിങ് ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ +y സ്ക്വയർ +9y മൈനസ് 36 ഈക്വൽ ടു 0. അപ്പം നമുക്ക് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -36ഉം സം എടുക്കുമ്പോൾ +9 വരണം. ഓക്കെ, അതായത് 12 3 തന്നെയാണ് വരുന്നത്. ഓക്കെ, അതായത് വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -12ഉം എക്സ് സംഭവം ഇങ്ങനെയാണ്. നമ്മൾ ഈ ഒരു +2 പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. y +12 into y -3 is equal to 0. ഓക്കെ, അതായത് y is equal to -12 and y is equal to 3. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്തിൻ്റെ സ്പീഡാണ് ചോദിച്ചേക്കുന്നത്? ബോട്ടിൻ്റെ സ്പീഡാണ്. അപ്പോൾ സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. അപ്പോൾ നമ്മൾ y is equal to എന്താ എടുക്കുന്നത്? +3 ആണ് എടുക്കുന്നത് കേട്ടോ. ഇനി ഞാനിതൊരു കാര്യം പറയാം, നമ്മളിതിങ്ങനെയല്ല ചെയ്യുന്നത്. ഇതുപോലെയുള്ള ക്വാഡ്രാറ്റിക് എഴുതി സോൾവ് ചെയ്യുന്നതല്ല. നിങ്ങൾ ക്വാഡ്രാറ്റിക്കിൻ്റെ ഒരു ക്ലാസ് പോവും. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ലൈൻ എഴുതി കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ വാല്യൂസ് -12ഉം +3 നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതെനിക്കിപ്പോൾ ഇത്രയും ഒരു കാര്യം പറഞ്ഞ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പഠിച്ച ഒരു പഴയ കാര്യത്തിൽ ഞാനിത് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ആവശ്യമില്ല, ഇത്രയും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ക്ലാസ്സിൽ ഇത് പഠിക്കുന്നതാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ ഒരു സ്ട്രീമിൻ്റെ സ്പീഡ് 3 km/h എന്ന് വരുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഒത്തിരി സ്റ്റെപ്പ് എഴുതി ക്വാഡ്രാറ്റിക്കും കൂടെ സോൾവ് ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇത്രയും ചെയ്യാനായിട്ട്? ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇത്രയും സ്റ്റെപ്പ് എഴുതി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഞാൻ പറയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഏത് രീതിയിൽ തന്നെ ചെയ്യാം. ഓപ്ഷൻ വെരിഫിക്കേഷൻ. ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ, ഇവിടെ നിന്നത് ഈ ഒരു സ്റ്റെപ്പ് എഴുതിയത് ഈ 3 വാല്യൂസ് നിങ്ങൾക്ക് നൺ ഓഫ് ദിസ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെങ്കിൽ കൂടി തന്നെ ഈ 3 വാല്യൂസും വൈക്ക് പകരം ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏതാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അത് വെച്ച് ചെയ്യുക. അതായത് ഞാനൊന്ന് എഴുതി കാണിക്കുവാണ്. 36 ഡിവൈഡ് ബൈ 6 മൈനസ് y minus 36 divided by 6 plus y is equal to 8. ഓക്കെ, ഈ yക്ക് പകരം നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ 2 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ 36/4 9 എന്ന് വരുന്നു. 9 മൈനസ് 36/12 3. അപ്പോൾ 9ൽ നിന്ന് 3 കുറച്ചാൽ 8 അല്ല കിട്ടുന്നത്. അപ്പോൾ ഇവൻ വരത്തില്ല. 2.5 എന്തായാലും വരത്തില്ല. നമുക്ക് പോയിന്റ് ഉള്ള നമ്പർ അല്ല കിടക്കുന്നത്. അടുത്ത 3 ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. 3 ഇട്ട് കൊടുക്കുവാണെങ്കിൽ 36 ഡിവൈഡ് ബൈ 6 മൈനസ് 3 എന്ന് വരും. മൈനസ് 36 ഡിവൈഡ് ബൈ 6 പ്ലസ് 3 9 എന്ന് വരും. ഓക്കെ, 36 ഡിവൈഡ് ബൈ 3 12 മൈനസ് 36 ഡിവൈഡ് ബൈ 9 4 വിച്ച് ഈസ് ഇക്വൽ ടു 8. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആ ഓപ്ഷൻ വെരിഫിക്കേഷൻ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇനി എത്ര അറിയാവുന്നൊരു കുട്ടിയാണെങ്കിലും ഇത്രയും സ്റ്റെപ്പ് എഴുതാതെ ഇതിൻ്റെ ആൻസർ ഇനി കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എഴുതി ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആരും ഇത്രയും സ്റ്റെപ്പ് എഴുതി ചെയ്യത്തില്ല. എല്ലാവരും നോക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഈ ലൈൻ എഴുതും, ഓപ്ഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. 4 ഓപ്ഷൻ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനേക്കാളും 2 ഇരട്ടി കൂടുതലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ ഈ നോർമൽ മെത്തേഡ് വഴി യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അപ്പം എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓപ്ഷൻ വെരിഫിക്കേഷൻ മാത്രമേ ചെയ്യാവൂ. ഓക്കെ, ദെൻ എൻ്റെ ആൻസർ വന്നിരിക്കുന്നത് 3 km/h ആണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ, ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സീത ക്യാൻ റോ 80 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 110 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 26 hours. ഓൾസോ ഷീ ക്യാൻ 60 kilometer upstream and 88 kilometer downstream in 20 hours. Find the speed of the girl in still water and the speed of the current ratio. Okay, അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് സ്പീഡ് ഓഫ് ദ ഗേൾ ഇൻ സ്റ്റിൽ വാട്ടർ, അതായത് ആ ഒരു കുട്ടിയുടെ സ്പീഡ് എക്സിൻ്റെ വാല്യൂ ആൻഡ് ദാറ്റ് ഓഫ് ദ സ്പീഡ് ഓഫ് ദ കറണ്ട്, അതുപോലെ വൈയുടെ വാല്യൂ. ഓക്കെ, ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഡേറ്റ ഇതൊക്കെയാണ്. 80 കിലോമീറ്റർ അപ്സ്ട്രീമിലും 80 കിലോമീറ്റർ അപ്സ്ട്രീമിലും 110 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലും പോകാനായിട്ട് എടുക്കുന്ന ടൈം 26 hours ആണ്. ഓൾസോ ഷീ ക്യാൻ 60 കിലോമീറ്റർ ഇൻ അപ്സ്ട്രീം ആൻഡ് 88 കിലോമീറ്റർ ഇൻ ഡൗൺ സ്ട്രീം ഈസ് 20 hours. Then find the speed of the girl in still water and the speed of the current ratio. ഓക്കെ, അപ്പോൾ എക്സ് ഈസ്റ്റ് വൈൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നോർമലി നമുക്കിത് ഈ ഒരു മെത്തേഡിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ നോട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് അപ്സ്ട്രീമിലെ ഡിസ്റ്റൻസ് 80 കിലോമീറ്റർ ഡിവൈഡ് ബൈ അപ്സ്ട്രീമിൻ്റെ സ്പീഡ് പ്ലസ് ഡൗൺ സ്ട്രീമിൻ്റെ ഡിസ്റ്റൻസ് 110 കിലോമീറ്റർ ഡിവൈഡ് ബൈ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡാണ് ടോട്ടൽ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡാണ് ടൈം ടേക്കൺ. അതേപോലെ തന്നെയാണ് 60 ബൈ യു പ്ലസ് 88 ബൈ ഡി ഈസ് ഇക്വൽ ടു 20 hours. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ളത്. ദെൻ നമുക്ക് ഇതൊന്ന് ഞാൻ ഇവിടെ ഒന്ന് ചെയ്ത് കാണിക്കുവാണ് എങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 80 ബൈ യു പ്ലസ് 110 ബൈ ഡി ഈക്വൽ ടു 26, 60 ബൈ യു പ്ലസ് 88 ബൈ ഡി ഈസ് ഈക്വൽ ടു 20. ഓക്കെ, ദെൻ ഞാൻ ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് സൈഡിൽ നിന്ന് എഴുതി ഒന്ന് വരാം. ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് പോകുന്നത് എന്ന്. 80 ബൈ യു പ്ലസ് 110 by d is equal to 26. Similarly, 60 by u plus 88 by d is equal to 20 hours. Okay, അപ്പോൾ ഇതിങ്ങനെ ക്രോസ് ചെയ്തെടുക്കുവാണ്. 80d plus 110u is equal to 26u into d. അതുപോലെ ഇവിടെയും ക്രോസ് ചെയ്യുവാണ്. 60 into d plus 88u is equal to 20 into u into d. രണ്ട് ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് ഇതിൽ അപ്സ്ട്രീം ഡൗൺ സ്ട്രീമിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലേ നമുക്ക് എന്തിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ആ സ്ട്രീമിൻ്റെയും ബോട്ടിൻ്റെയും ഒക്കെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഞാൻ നെക്സ്റ്റ് ഇതിനെ ഒന്ന് അതായത് നമുക്ക് ഈ ഒരു രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കോയിഫിഷ്യൻ്റെ വാല്യൂ സെയിം ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്ന കോയിഫിഷ്യൻ്റെ വാല്യൂ നമ്മൾ സെയിം ആക്കാനായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ യുവിൻ്റെ സെയിം ആക്കിയാലും മതി. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഡിൻ്റെ സെയിം ആക്കാനാണ് കേട്ടോ. ഇവിടെ 60, ഇവിടെ 80. അപ്പോൾ ഇവിടെ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 240, ഇവിടെ ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 240. ആ സ്റ്റെപ്പ് ഒന്ന് ഞാൻ മുകളിലേക്ക് എഴുതുവാണ്. 240d പ്ലസ് 330u ഈസ് ഈക്വൽ ടു 6 × 3 18, 3 × 2 6, അപ്പോൾ 78 UD. ഇനി അടുത്തതാണെങ്കിൽ 240d പ്ലസ് 88 × 4, 4 8 32, 4 8 32, 3 35, 552 u ഈക്വൽ ടു 4 × 2 8, 80 UD. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് എന്തായി, ഈ രണ്ട് ടേംസ് സെയിം ആയി. അപ്പം ഞാനിതൊന്ന് മൈനസ് ചെയ്തെടുക്കുവാണ്. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. ഓക്കെ, അപ്പോൾ ഈ 240d മൈനസ് 240d പോയതിന് ശേഷം 252 നിന്ന് 330 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്, 22u ഈസ് ഈക്വൽ ടു 2u into d എന്ന് വരും. ഈ യുവും കട്ട് ചെയ്ത് പോകും. അപ്പോൾ d ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും, 11 എന്ന് വരും. ഓക്കെ, അപ്പം ഡിയുടെ വാല്യൂ ഇനി ആ ഒരു പറയുന്ന ഈ ഏതെങ്കിലും വാല്യൂസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 80u പ്ലസ് 110 ഡിവൈഡ് ബൈ ഡിക്ക് വരെ 11 കൊടുക്കുന്നു ഈക്വൽ ടു 26. ഇതുമായിട്ട് കട്ട് ചെയ്താൽ 10.
80/u = 16. ഈ 10 ഇവിടെ കൊണ്ടുവന്ന് മൈനസ് ചെയ്യുന്നു. 26 - 10 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 16. അപ്പോൾ യുവിൻ്റെ വാല്യൂ എന്താ കിട്ടി? 80/16 which is equal to 5. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് x/y വാല്യൂ ആണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ USD എന്ന് കൊടുക്കുന്നു. USD. അപ്സ്ട്രീം 5, ഡൗൺ സ്ട്രീം 11. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x y 11 + 5 16/2 8. 11 - 5 6/2 3. ഓക്കെ, അപ്പം എക്സിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ u + d / 2. 11 + 5 / 2. 11 - 5 / 2. 8:3 ആണ് നമ്മുടെ എന്തെന്ന് വന്നേക്കുന്നത്? അപ്സ്ട്രീം ഈസ്റ്റ് ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. എന്താ വരുന്നതെന്ന്? 8:3 തന്നെയാണ്. ഓക്കെ, 8:3 തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ആ ഒരു ചെയ്തേക്കുന്ന പാറ്റേൺ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 80 കിലോമീറ്റർ അപ്സ്ട്രീമിലാണ് പോകുന്നത്, 110 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിൽ പോകുന്നത്. ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സിറ്റുവേഷനും നമ്മൾ വെച്ചിട്ട് രണ്ട് ഇക്വേഷൻസ് എഴുതി. ഇക്വേഷൻസ് സോൾവ് ചെയ്തതിന് ശേഷം അപ്സ്ട്രീം ഡൗൺ സ്ട്രീമിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതിനുശേഷം അത് എന്ത് ചെയ്തു? എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അത്യാവശ്യം നല്ല കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് വരുന്ന ഒരു കാൽക്കുലേഷനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, ദെൻ അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതൊന്ന് മായ്ച്ചിട്ട് ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് കൂടി ഒന്ന് പറയാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ആയിരിക്കും നമ്മൾ ഇനി മുതൽ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ u എന്നും d എന്നും t എന്നും കൊടുക്കുക. ആദ്യത്തെ യുവിൻ്റെ വാല്യൂ 80 കിലോമീറ്റർ. ഓക്കെ, ഡിൻ്റെ വാല്യൂ 110 കിലോമീറ്റർ. അടുത്ത യുവിൻ്റെ വാല്യൂ 60 കിലോമീറ്റർ. ഡിൻ്റെ വാല്യൂ 88 കിലോമീറ്റർ. അതേപോലെ അതിനെടുക്കുന്ന ടൈമും കൂടി ഇവിടെ 26:20 എന്നൊന്ന് നോട്ട് ചെയ്യുക. ഇത്ര എഴുതിയിരിക്കുന്ന ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി ഈ 80-നെ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, 10 × 8 എന്ന് നിങ്ങൾക്ക് എഴുതാം. അതേപോലെ 16 × 5 എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എഴുതാം കേട്ടോ. 2 × 40 എന്ത് വേണോ എഴുതാം. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ ഒരെണ്ണം നിങ്ങളുടെ സമയവും അടുത്തത് നിങ്ങളുടെ സ്പീഡുമായിരിക്കണം, അപ്സ്ട്രീമിൻ്റെ സ്പീഡുമായിരിക്കണം. എന്ന് വെച്ചാൽ ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ സ്പീഡ് ഇൻറ്റു ടൈം ടേക്കണല്ലേ. അപ്പോൾ രണ്ട് നമ്പേഴ്സിന് പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതാൻ വരുന്നുണ്ട് എങ്കിൽ ഒരെണ്ണം സ്പീഡും ഒരെണ്ണം ടൈമും ആയിരിക്കണം. ഓക്കെ, അപ്പം മാക്സിമം രണ്ട് ഫാക്ടേഴ്സൊക്കെ വരുന്നത് വാല്യൂസ് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നോക്കുന്നു. ഇവിടെയാണെങ്കിൽ നമുക്ക് 10 × 11 ആ ഒരു കാൽക്കുലേഷനിൽ എഴുതുന്നതായിരിക്കും നല്ലത് അല്ലേ. 10 × 11 55 × 2 എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതുവാണ്. ഇതിന് ഞാൻ 11/10. ഓക്കെ, ഈ മുകളിൽ ഞാൻ അതായത് ഈ ഒരു പവറായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന 10 എന്ന് പറഞ്ഞാൽ ടൈം ആയിരിക്കും എപ്പോഴും. മൊത്തത്തിൽ എത്ര സമയം എടുത്തേ? 26 സമയമാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ 26 മണിക്കൂറാണ് ജേണിക്ക് എടുത്തത്. ഡൗൺ സ്ട്രീമിലാണ് 10 മണിക്കൂറെങ്കിൽ ഇവിടെ എത്ര സമയമായിരിക്കും എടുക്കുന്നത്? 16. അപ്പോൾ 16 × സംതിങ് ആയിട്ട് എഴുതണം. ഏതായിട്ട് എഴുതാം? 5. ഓക്കെ, അപ്പോൾ ഇനി ഈ ബേസ് വാല്യൂ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇവിടെ എടുക്കുന്ന ബേസ് വാല്യൂ എന്താണോ അതേ ബേസ് വാല്യൂ ആയിരിക്കണം താഴെ വരേണ്ടത്. കാരണം അവിടെയും അപ്സ്ട്രീം ഡൗൺ സ്ട്രീം ഒരു നദിയാണ്, വേറെ മാറ്റമൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടൊരു ബേസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്? താഴെ സെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 12. ടൈം കിട്ടിക്കഴിഞ്ഞു. ഇവിടെ എന്തായാലും 11 ഇനി എടുക്കാൻ പറ്റുള്ളൂ. പവർ എന്താ? 8. ഇനി ഈ 12ഉം ഈ 8ഉം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 20 വരണം. ഈ 16ഉം ഈ 10ഉം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരണം? 26 വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചത് നോക്കി. നിങ്ങളുടെ അപ്സ്ട്രീം ഡൗൺ സ്ട്രീമിൻ്റെ വാല്യൂ എന്താ കിട്ടിയിരിക്കുന്നത്? USD 5:11. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 8, വൈ എന്ന് പറയുന്നത് 3. വളരെ സിമ്പിളായിട്ട് വിത്തിൻ സെക്കൻഡ്സ് ആണ് നമുക്ക് ആൻസർ കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ആ തന്നിരിക്കുന്ന ഡിസ്റ്റൻസിന് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുക. പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ താഴെയുള്ളതിൻ്റെയും മുകളിലുള്ളതിൻ്റെയും ബേസ് സെയിം ആക്കുക. അതായത് ഇവിടെ 11, ഇവിടെ 13. ഇനി ആ പവറിൻ്റെ സം എടുക്കുമ്പോൾ അപ്സ്ട്രീമിൻ്റെ പവർ പ്ലസ് ഡൗൺ സ്ട്രീമിൻ്റെ പവർ എടുക്കുമ്പോൾ ടോട്ടൽ ടൈം ടേക്കൺ വരണം. ഓക്കെ, അപ്പം ആ ഒരു രീതിക്ക് ഈ നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും.
കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Ram can row 65 kilometer upstream and upstream 65 kilometer ഡൗൺ സ്ട്രീമിൽ 130 കിലോമീറ്ററും പോകാനായിട്ട് ടോട്ടൽ ടൈം 23 hours വേണം. ഓൾസോ ഷീ ക്യാൻ 45 കിലോമീറ്റർ ഇൻ അപ്സ്ട്രീം ആൻഡ് 104 കിലോമീറ്റർ ഇൻ ഡൗൺ സ്ട്രീം ഇൻ 17 hours. Then find the speed of ram in still water and speed of the current in ratio. ഓക്കെ, അപ്പം ഇവിടെ എക്സ് ഈസ്റ്റ് വൈൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 65 എന്നൊക്കെ പറയുമ്പോൾ 5 × 13 ഒക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്, പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്. അതൊരു പ്രൈം നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണ് പെട്ടെന്ന് നമുക്ക് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് 5 × 13 എന്ന് പറഞ്ഞാൽ അത് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ 5 ആണ് ബേസ് വരുന്നതെങ്കിൽ താഴെ 5 ആയിരിക്കും ബേസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ നമ്പേഴ്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 5^13. ഓക്കെ, ഇവിടെ 5 ആണെങ്കിൽ താഴെ 5^9. ഇവിടെ 13 വന്നു കഴിഞ്ഞാൽ മുഴുവനായിട്ടുള്ള ടൈം 23 അല്ലേ വരാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ടൈം എത്രയായിരിക്കും? 10 മണിക്കൂറായിരിക്കണം. അപ്പം 130/10 നമുക്ക് ഇവിടുത്തെ ബേസ് എന്താ വരാനുള്ളത്? 13 എന്നാണ് വരാനുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ 13 ബേസ് വന്നാൽ ഇവിടെ എന്തായിരിക്കണം? 13 ആയിരിക്കണം ബേസ്. 13 ബേസ് വന്നു കഴിഞ്ഞാൽ 104 ആവാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8. അപ്പോൾ നമുക്ക് 9 + 8 17. കണ്ടോ, കറക്റ്റായിട്ട് വന്നാൽ കണ്ടോ? അപ്പോൾ കണ്ടോ, അപ്സ്ട്രീം എപ്പോഴും ബേസിൽ എഴുതുന്നതാണ് അപ്സ്ട്രീമിൻ്റെ സ്പീഡ്, ബേസിൽ എഴുതുന്നതാണ് ഇവിടുത്തെ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ്. ബാക്കി പവറിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? നമ്മളുടെ ടൈം ടേക്കൺ കേട്ടോ. അപ്പം ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ രണ്ട് നമ്പേഴ്സും വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ USD എന്ന് എഴുതുന്നു. U എന്ന് പറയുന്നത് 5 ആണ്, D എന്ന് പറയുന്നത് 13 ആണ്, X എന്ന് പറയുന്നത് 18/2, അതുപോലെ Y എന്ന് പറയുന്നത് 13 - 5 8/2. ഓക്കെ, അതായത് 9:4 ആണ് നമ്മുടെ ആ ഒരു പുള്ളിയുടെ റാമിൻ്റെ സ്പീഡും റിവറിൻ്റെ സ്പീഡും 9 km/h ആൻഡ് 4 km/h ആണ് നമുക്ക് വന്നിരിക്കുന്നത്. കണ്ടോ, വളരെ ഈസി ആയിട്ട് ആ ഒരു പാറ്റേൺ നമുക്ക് ചെയ്യാൻ പറ്റിയത് കണ്ടോ. 15 ന്ന് 13 ന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 13 5 8 ആണ്. 8/2 ഇത് ഓപ്ഷൻ മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. 4 km/h. പക്ഷെ D തന്നെയാണ് ഇട്ടേക്കുന്നത്, എഴുതിയപ്പോൾ മാറിപ്പോയതായിരിക്കും. 4 km/h ആണ് നമുക്ക് വരുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാടൊന്ന് പ്രാക്ടീസ് ചെയ്തു. ഇത് പാറ്റേൺ ക്വസ്റ്റ്യൻ ഒരുപാട് എടുത്തൊന്ന് റിപ്പീറ്റഡ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഇതെന്ന് പറഞ്ഞത്. ഇത് അങ്ങനെ അത്രയും ഷോർട്ടാക്കി ആരും ചെയ്യാറില്ല. അപ്പോൾ നിങ്ങളിത് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ if a boat can travel 121 kilometers still water in 5.5 hours and the downstream speed of the boat is 16 km/h, more than its upstream speed, then find the total time taken by the boat to travel 42 km upstream as well as 42 km downstream. Okay, then നമുക്ക് തന്നിരിക്കുന്നത് ഒരു ബോട്ടിന് 121 കിലോമീറ്റർ സ്റ്റിൽ വാട്ടറിൽ പോകാൻ 5.5 hours മതി. അതിൻ്റെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് അപ്സ്ട്രീം സ്പീഡിനേക്കാളും 16 km/h കൂടുതലാണ് എങ്കിൽ 42 കിലോമീറ്റർ അപ്സ്ട്രീമിലും 42 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലും പോകാൻ ബോട്ട് എടുക്കുന്ന ടൈം എത്ര? ഓക്കെ, ഞാനിവിടെ USD കൊടുക്കുന്നു. USD. ഓക്കെ, അപ്പോൾ നമുക്ക് യുവിൻ്റെ വാല്യൂ ഒന്നും നമുക്കില്ല. നമുക്ക് ആകെയുള്ള സ്റ്റിൽ വാട്ടറിൽ 121 കിലോമീറ്റർ പോകാൻ 5.5 hours എന്ന് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സിൻ്റെ വാല്യൂ 121 / 5.5. ഓക്കെ, ഞാൻ 121 ഇൻറ്റു ആ ഒരു പോയിന്റ് ഒന്ന് കളഞ്ഞൊന്ന് ചെയ്യുന്ന കൺഫ്യൂഷൻ ഒന്നും വരാതിരിക്കാൻ 11 വെച്ച് കട്ട് ചെയ്ത 5 ടൈംസ് മെഗിൽ 11 ടൈംസ് ഇതുമായിട്ട് കട്ട് ചെയ്യുന്ന 2 ടൈംസ് 22 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് 22 ആണെന്ന് ഞാൻ കൊടുക്കുന്നു. സ്ട്രീമിൻ്റെ സ്പീഡ് എനിക്ക് അറിയത്തില്ല, ഞാൻ Y എന്ന് കൊടുക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ, നമുക്ക് ആ ഒരു അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ആ Y എന്ന് പറയുന്ന വേരിയബിൾ വെച്ച് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അതായത് 22 - Y അപ്സ്ട്രീം സ്പീഡ്, 22 + Y ഡൗൺ സ്ട്രീം സ്പീഡ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് 16 km/h എന്നല്ലയോ പറഞ്ഞേക്കുന്നത്. അപ്സ്ട്രീം സ്പീഡിനേക്കാളും 16 km/h കൂടുതലാണ് ഈ പറയുന്ന സാഹചര്യത്തിൽ നമ്മുടെ ബോട്ടിന്റെ സ്പീഡിൻ ഡൗൺ സ്ട്രീം എന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ അത് അതുപോലെ കൊടുത്തിട്ട് വാല്യൂസ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 22 + y minus of 22 minus y is equal to 16. Then 22 + y ഈ മൈനസ് ഇൻറ്റു 22 മൈനസ് 22 ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ +y = 16. ഇതും കട്ട് ചെയ്ത് പോകുന്നു. 2y = 16, y = 8 km/h. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീമിൻ്റെ സ്പീഡ്. അപ്പോൾ ഇതിവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ വാല്യൂ എന്താ വരുന്നത്? 22 - 8 14 എന്നും 22 + 8 30 എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇതൊന്നും അല്ല ചോദിച്ചേക്കുന്നത്, നമ്മളോട് ടൈം ടേക്കൺ ആണ് ചോദിച്ചേക്കുന്നത്. ടൈം ടേക്കൺ ടു കവർ 42 km in upstream. അപ്പോൾ 42 ഡിവൈഡ് ബൈ അപ്സ്ട്രീമിൻ്റെ സ്പീഡ് പ്ലസ് ടൈം അടുത്ത ഡൗൺ സ്ട്രീമിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ 42/30. ദെൻ ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു. ഇവിടെ 3 hours ആണ് വേണ്ടത്. ഇവിടെ ആണെങ്കിൽ 112/30. 42 30 ഒരു തവണ 12/30. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 60 ചെയ്യുന്നു. അപ്പോൾ ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു 2 times. അതായത് 4 hours. 3 + 1 4. 12 × 2 24 മിനിറ്റ്. ഓക്കെ, 24 മിനിറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ 4 hours. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വന്നേക്കുന്നത്? നൺ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. 4 hours 24 minutes ആണ് നമ്മുടെ ആ ഒരു ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രിലിംസിന് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രിലിംസിന് ആസ് വെൽ ആസ് മെയിൻസിനൊക്കെ ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇത്രയും നിങ്ങൾക്ക് ആ ഒരു ബോട്ട് ആൻഡ് സ്ട്രീംസിൻ്റെ ചാപ്റ്ററിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനും ചെയ്യാനും ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ്, അതിൽ ഞാൻ കുറേ ഷോർട്ട് കട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മുന്നേ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഒരുപാട് തവണ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമേ അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ നിങ്ങൾ ആ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ബോട്ട് ആൻഡ് സ്ട്രീംസ്, ട്രെയിൻസ് എന്ന് പറയുന്ന ആ ഒരു എൻ്റയർ ചാപ്റ്റർ ഒരുമിച്ച് പഠിച്ച് ഒരേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാം ഒരേപോലെ ഫീൽ ചെയ്യും. ഓക്കെ, അതിൻ്റെ കൺസെപ്റ്റ്സ് എല്ലാം ഒന്ന് തന്നെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതിന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് പഠിച്ചെടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സിൽ പുതിയ വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഓൾ.